നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി കോഡ് ഡെസിമലാണ്. സോ നോക്കാം എന്താണ് BCD എന്ന് നോക്കാം. ചെറിയ ഡിഫറൻസ് ആണുള്ളത്, പക്ഷെ കൺഫ്യൂസ്ഡ് ആയി പോകരുത് കേട്ടോ. നോക്കാം. BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡ് ഡെസിമലാണ്. ഇറ്റ് ഈസ് ദാറ്റ് നമ്പർ സിസ്റ്റം ഓർ കോഡ് വിച്ച് ഹാസ് ദ ബൈനറി നമ്പേഴ്സ് ഓർ ഡിജിറ്റ്സ് ടു റെപ്രസെൻറ്റ് എ ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ബൈനറി കോഡ് ഡെസിമൽ എന്ന് പറയുക. പക്ഷേ നമ്മുടെ മറ്റ് ബൈനറിയിൽ നമ്മൾ മുന്നേ പഠിച്ച ബൈനറി സിസ്റ്റത്തിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡെസിമൽ നമ്പർ കണ്ടെയ്ൻസ് 10 digits 0 to 9. Now the equivalent binary numbers can be found out of these 10 decimal numbers. അതായത് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബേസ് 10 ആണ്. അതിനകത്ത് നമുക്ക് എന്താ ഉണ്ടാവുക, 0 to 9 വരെയാണ് നമ്പേഴ്സിൽ. അതായത് 0 1 2 3 4 5 6 7 8 9 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, 10 11, അതായത് 10 11 12 എന്ന് നമ്മൾ പറയും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ BCD കേസിൽ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് BCD ദ ബൈനറി നമ്പർ ഫോം ബൈ 4 ബൈനറി ഡിജിറ്റ്സ്. 4 ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ BCDക്കകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 1 2 4 8 16 32 അങ്ങനെ പോകുമായിരുന്നല്ലോ. പക്ഷേ ഇതിൻ്റെ കേസിൽ അത്ര കണ്ടു പോവില്ല. 1 2 4 8 വരെ പോകുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെയാണ് പിന്നെ കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. സോ വിൽ ബി ദ ഇക്വലൻറ്റ് കോഡ് ഫോർ ദ ഗിവൺ ഡെസിമൽ നമ്പർ. ഒരു 4 ബൈനറി ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഡെസിമൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ. ഇൻ BCD വി ക്യാൻ യൂസ് എ ബൈനറി നമ്പർ ഫ്രം 000 to 1001 ഓൺലി. അത് വരെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് 0 to 9 വരെ മാത്രമേ BCDക്കകത്ത് നടക്കുള്ളൂ. പക്ഷെ മറ്റൊരു കേസിൽ അങ്ങനെയായിരുന്നു, നമ്മൾ എത്ര ആഡ് ചെയ്ത് പോയാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഉണ്ടാവും, ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, 1 2 4 8 16 32 64 128 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്രയും പോകാമായിരുന്നു. നമ്മളിങ്ങനെ ഇൻറ്റു ടു ചെയ്ത് നീട്ടിക്കൊണ്ടുപോകല്ലോ. പക്ഷേ BCDൻ്റെ കേസിൽ അത് പോസിബിൾ അല്ല. 1001 വരെ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം കേട്ടോ. വിച്ച് ആർ ദ ഡെസിമൽ ഈക്വലൻറ്റ് ഫ്രം 0 to 9 റെസ്പെക്റ്റീവ്ലി. ഇത് പറഞ്ഞാൽ 0 to 9 ആണ്. Suppose if a number have single decimal digit, then its equivalent binary coded decimal will be the respective 4 binary digits of that decimal number, and if the number contain 2 decimal digits, then equivalent BCD will be the respective 8 binary of the given decimal number. അതായത് നമ്മൾ പറഞ്ഞു 0 to 9 ആണെങ്കിൽ 4 ബിറ്റുള്ള ബൈനറി ഡിജിറ്റ് ആയിരിക്കും. പക്ഷെ 9നേക്കാൾ കൂടുതലുള്ള ഏതെങ്കിലും നമ്പർ ആയിപ്പോയാൽ, അതായത് 10 11 12 ഏതോ ആവട്ടെ, അതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ 8 ബിറ്റുള്ള ബൈനറി ഡിജിറ്റ് ആയിട്ട് ഇത് മാറും. അതായത് 1നെ സെപ്പറേറ്റ് ബൈനറിയിലേക്ക് മാറ്റും, 0നെ സെപ്പറേറ്റ് ബൈനറിയിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് കൺവേർഷൻ ചെയ്യുന്നത്. 4 for the first decimal digit and next 4 for the second decimal digit. first decimal digitനും നെക്സ്റ്റ് 4 സെക്കൻഡ് ഡെസിമൽ ഡിജിറ്റിനാണ്. ഇറ്റ് മേ ബി ക്ലിയർഡ് ഫ്രം എൻ എക്സാമ്പിൾ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. ലെറ്റ് 12 ബേസ് 10 ബി ദ ഡെസിമൽ നമ്പർ whose equivalent binary coded decimal will be 001 001 0010. അതായത് ഇതിപ്പോൾ 8 ബിറ്റുള്ള ബൈനറി ആയില്ലേ. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ എന്താണ്, 4 ബിറ്റുള്ള ബൈനറി ഡിജിറ്റാണ് 1001. അതായത് 9 വരെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 4 ബിറ്റ് മതി. പക്ഷെ 9 കഴിഞ്ഞ നിമിഷം, അതായത് 10 തൊട്ട് നമ്മൾ BCDക്കകത്ത്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണ്ടോ, BCDക്കകത്താണ് ഇങ്ങനെ. ഇനി ബൈനറി പോയിട്ട് ഇങ്ങനെ ചെയ്യരുത്. ബൈനറി വേറെ BCD വേറെ, രണ്ടും സെപ്പറേറ്റ് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ 10, ഇപ്പോൾ ഇവിടെ നമ്മൾ 12 ആണ് എക്സാമ്പിൾ പറഞ്ഞത്. 12ൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്ടോ, 8 ബിറ്റുള്ള ബൈനറി ആക്കി നമ്മൾ മാറ്റി. അതായത് 1നെ സെപ്പറേറ്റ് 0001 കൊടുത്തു, 2ന് സെപ്പറേറ്റ് 0010 കൊടുത്തു. അതായത് 12ന് ഇങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തത്. മറ്റിൽ നമ്മൾ എങ്ങനെ കൊടുത്തിരുന്നത്, ഇങ്ങനെയാണോ കൊടുത്തിരുന്നത്? അല്ല, മറ്റിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക വെച്ചാൽ 1 2 4 8 എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറിന് 1 ഇട്ട് കൊടുത്താൽ മതി. 1100 കൊടുത്ത 12 ആയിരുന്നു ഏത് ബൈനറിൻ്റെ കേസിൽ. പക്ഷേ BCDൻ്റെ കേസിൽ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരിക്കലും അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ഓരോ നമ്പറിനെയും കൊടുക്കണം. ഞാൻ വേണേൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇത് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ മെമ്മറി ഫുള്ളാവുക, അപ്ലോഡ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ എന്നാലും ഇട്ടുതരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളല്ലോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. 4 bits from LSB is binary equivalent of 2 and next 4th binary equivalent of 1. അതായത് ഒരു ബൈനറി ലീസ്റ്റ് ബിറ്റ് ആയിട്ടുള്ള ബൈനറി, അതായത് റൈറ്റ് സൈഡിലുള്ള ബൈനറി 2 പറഞ്ഞ ഡെസിമലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറിയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള എന്താണ്, 1ന് ഈക്വലൻ്റ് ആണ്. Table given below show the binary and BCD code for the decimal numbers 0 to 15. 0 to 15 വരെയുള്ളതിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ
table below, we can conclude that after 9 the decimal equivalent binary number is 4, but in case of BCD it is an 8-bit number. നമുക്ക് 4 വെച്ചാണ് നമ്മൾ ബൈനറി ചെയ്തിരുന്നത്, പക്ഷേ ബി സിൻ്റെ കേസിലായപ്പോൾ 8-ബിറ്റ് നമ്പറായിട്ട് മാറി, അതായത് 9ന് ശേഷം. ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈനറി നമ്പർ ആൻഡ് ബൈനറി കോഡ് ഡെസിമൽ. ഇതാണ് ബൈനറി നമ്പറും ബൈനറി കോഡ് ഡെസിമലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ബൈനറിക്കകത്ത് 9 കഴിഞ്ഞ് 10, 11, 12 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബൈനറിക്ക് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം, കാരണം നമ്മുടെ കയ്യിലൊരു പൊസിഷനിങ് മെത്തേഡ് ഉണ്ട്. പക്ഷേ ബി സി ഡിക്കകത്ത് ഒരിക്കലും 9 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സോറി കേട്ടോ, എന്നാൽ ന്യൂ ഇയർ ആയിട്ടേ കുറച്ച് ഉറക്കം വെച്ചിരുന്നു, പ്രശ്നം. 4 0 to 9 decimal numbers, both binary and BCD is equal. But when decimal number is more than 1 bit, BCD differ from binary. അതായത് 0 to 9 എന്താണ് വരെ ഡെസിമൽ നമ്പർ ബൈനറിയിലും ബി സി ഡിയിലും ഒരേപോലെയാണ്, നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ബി സി ഡിയും ബൈനറിയും ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്, ബി സി ഡി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത് കേട്ടോ, നിങ്ങൾ ബി സി ഡിയും ബൈനറും തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. രണ്ടും സെയിം ആണോ ഒരേപോലെയാണോ എന്നൊന്നും. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിച്ചാൽ എന്താ വെച്ചാൽ വീഡിയോസ് ശരിക്കും കാണാതെയൊക്കെയാണ് എനിക്ക് ഡൗട്ട് ചോദിക്കുന്നത് തോന്നിയിട്ടുണ്ട്. അതേപോലെ നോട്ട്സ് കറക്റ്റ് ക്ലിയർ ചെയ്തൊന്നും കവർ ചെയ്ത് പോകാതെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത്. കാരണം ചിലർ മെസ്സേജ് ആയിക്കോട്ടെ അങ്ങോട്ട് പിന്നെ കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡിലീറ്റ് ആക്കി വെച്ചാൽ പിന്നെ ഞാൻ ഒന്നുകൂടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. കാരണം ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം മാത്സ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ പാട്ടും കൂടിയാണിത്. അപ്പോൾ അത്തരം ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങിൻ്റെ പാട്ടൊക്കെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണമെന്നില്ല. കാരണം നമുക്ക് റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടോളൂ, എന്തിനാണ് പഠിക്കുന്നത്, നോട്ട്സ് റിപ്പീറ്റ് ചെയ്ത് വായിച്ചോളൂ, എന്താ പ്രശ്നം. അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ, എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുക കേട്ടോ. ഇവിടെയാണ് ഡെസിമൽ ടു ബി സി ഡി കൺവേർഷൻ. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ട് തന്നെ ഉണ്ട് BCD 8421 കോഡ്. അതായത് ഇതുവരെ മാത്രമേ ഇവിടെ പോസിബിൾ ആവുള്ളൂ. കണ്ടോ 8421 കോഡ് എന്നതിന് പറയുന്നത് തന്നെ നോക്കാം. അതായത് ഈ 4 ഡിജിറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ 10 തൊട്ട് നമ്മൾ പറഞ്ഞല്ലോ 2 നമ്പർ വന്നതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 0 കണ്ടോ, ഫുള്ള് 0, 1 ആയപ്പോൾ 0 0 1. ഇവിടെ ഓക്കെ അല്ലേ, ഇതൊക്കെ നമുക്ക് ബൈനറിയിൽ അറിയുന്നില്ല. 9 എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോയി. 8ൻ്റെ അവിടെയും 1 കൊടുത്തു, 1ൻ്റെ അവിടെയും 1 കൊടുത്തു. പിന്നെ നമ്മൾ കരുതും 8 കഴിഞ്ഞ് 4 ഒക്കെ ഇട്ട് കൊടുത്താൽ 12 ആയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ബി സി ഡിൻ്റെ റൂള് പ്രകാരം ഇങ്ങനെയാണ്. 9 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുത്തു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈസി അല്ലേ, നമുക്ക് 10 എന്താ 8ൻ്റെ അവിടെ ഒരു 1, 2ൻ്റെ അവിടെ ഒരു 1 ഇട്ടാൽ 10 ആയില്ലേ. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ബി സി ഡി ആണ്. ഓക്കെ, അപ്പോൾ ബി സി ഡി ആണ് എന്നുള്ളൊരു ഓർമ്മ തന്നെ മനസ്സിൽ വേണം, എന്നാലേ തെറ്റാതെ എഴുതാൻ കഴിയുള്ളൂ മക്കളെ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 10 ആകുമ്പോൾ 1 0 ആക്കി സെപ്പറേറ്റ് കൊടുത്തു. 11 ആകുമ്പോൾ 1 1 സെപ്പറേറ്റ് കൊടുത്തു. 12 ആകുമ്പോൾ 1 2 സെപ്പറേറ്റ് കൊടുത്തു. അങ്ങനെ 20 ആയപ്പോഴോ 2 0 സെപ്പറേറ്റ് കൊടുത്തു. 21 ആകുമ്പോൾ 2 1 സെപ്പറേറ്റ് കൊടുത്തു. അങ്ങനെയൊക്കെ കൊടുത്തു. Then we can see 8421 BCD code is nothing more than weights of each binary digit with each decimal number expressed as its 4-bit pure binary equivalent. അതായത് അപ്പോൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ സംഭവമൊന്നുമില്ല. നമ്മളിങ്ങനെ 8421 ആണ് ജസ്റ്റ് വെയിറ്റ് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു 4-bit പ്യുവർ ബൈനറി ഈക്വലൻ്റ് ആണ്. ഇതൊരു 4-bit ആയിട്ടുള്ള പ്യുവർ ബൈനറി ഈക്വലൻ്റ് ആണ്. അല്ലാതെ മറ്റേ പോലെ നമുക്ക് എത്ര ബിറ്റ് എന്നുള്ളതിൽ കണക്കുണ്ടായിരുന്നില്ല ഇതുവരെ ബൈനറിൻ്റെ കേസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 4-bit ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കൺവേർഷനാണ്, ഡെസിമൽ ടു ബി സി ഡി കൺവേർഷൻ. അപ്പോൾ ബി സി ഡി എന്താ ജസ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബി സി ഡി എന്ന് പറഞ്ഞാൽ ബൈനറി കോഡ് ഡെസിമലാണ്. ഇതിനകത്ത് ജസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ആക്കി മാറ്റുക, അത്ര ഇവിടെ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ അല്ല, അതായത് കുറച്ച് മാറ്റമുണ്ട്. കുറച്ച് മാറ്റം എന്തായിരുന്നു? കുറച്ച് മാറ്റം എന്താ വെച്ചാൽ 9 കഴിഞ്ഞാൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്താൽ കൊടുക്കുക. അല്ലാതെ നമ്മൾ മുന്നേ കൊടുത്തിരുന്ന പോലെ 8+2 പിന്നെ 8+4+2+1 ആണ്, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്തു, 1ഉം 5ഉം സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. അതാണ്ടാവുക, അതാണ് മാറ്റം കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. എക്സാമിന് ഏത് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൺസെപ്റ്റുകൾ പക്കയാക്കി തന്നെ പോകണം. ദെൻ ബി സി ഡി ഡെസിമൽ ടു ബി സി ഡി കൺവേർഷനാണ് ചെയ്യാൻ പോകുന്നത്. ആസ് വി ഹാവ് സീൻ എബവ്, the conversion of decimal to binary coded decimal is very similar to the conversion of hexadecimal to binary. Firstly, separate the decimal number on its weighted digit and then write down equivalent 4-bit BCD code representing each decimal digit. ഈ ഡെസിമൽ ടു ബൈനറി ചെയ്യുമ്പോൾ
സിമ്പിളാണ്. ഹെക്സാഡെസിമൽ ടു ബൈനറി ചെയ്യുന്ന പോലെ തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ഡെസിമൽ നമ്പറിനെ 4 ബിറ്റുള്ള ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, എക്സാമ്പിൾ 85 കണ്ടോ 100. അപ്പോൾ നമ്മൾ ഈ 8നെ ഒന്നും പിന്നെ ഈ 5നെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്താൽ അത് BCD ആയി. അതുപോലെ 572നെ നമ്മൾ സെപ്പറേറ്റ് ആക്കാത്ത 5 സെപ്പറേറ്റ് 010 0101 70111 20010, അതായത് സെപ്പറേറ്റ് ആയി കൊടുത്താൽ BCD ആയി. ഇനി 8579 അതിന് അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ 8നെ ബിറ്റാക്കി കൊടുത്തു, പിന്നെ 5നെ കൊടുത്തു, പിന്നെ 7നെ കൊടുത്തു, പിന്നെ അതായത് അതിനകത്തുള്ള ഓരോ നമ്പറിനെയും പിടിച്ച് 4 ബിറ്റുള്ള ബൈനറി ആക്കി മാറ്റിയാൽ എന്തായി, അത് BCD ആയി. ഓക്കെ, അപ്പോൾ BCD എന്താ മനസ്സിലായില്ലേ? ഇനി BCD ടു ഡെസിമൽ കൺവേർഷനാണ്. ദ കൺവേർഷൻ ഫ്രം ബൈനറി കോഡ് ഡെസിമൽ ടു ഡെസിമൽ ഈസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദി അബോ. മറ്റേ ഓപ്പോസിറ്റ് ആണ്. സിംപ്ലി ഡിവൈഡ് ദ ബൈനറി നമ്പർ ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 4 digits starting with the least significant digit and then write the decimal digit represented each bit group. Add additional zeros at the end of required to produce complete 4-bit grouping. So for example, അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു നമ്പർ തരും, ബൈനറി നമ്പർ BCD നമ്പർ. അതിനെ പിടിച്ചിട്ട് ആദ്യം 4-4 ഗ്രൂപ്പ് അല്ലേ എന്ന് നോക്കുക, അല്ലെങ്കിൽ 0 ഇട്ടെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് 4-4 ഗ്രൂപ്പാക്കി മാറ്റുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള നമ്പർ കൊടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ 110101, ഇത് ബേസ് 2 എന്നാട്ടോ. ഇവിടെ 2 മേലെ വന്നാണ്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ബേസ് 2 നമ്മൾ താഴെ ചെറുതായി കൊടുക്കില്ല, അങ്ങനെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 10101 ആക്കി മാറ്റി ആദ്യത്തത്. പിന്നെ ഇവിടെ എന്താക്കി, 2 1 ഉണ്ടായിരുന്നു, അവിടെ പുറത്ത് 2 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി 0011 01001. അപ്പോൾ ഇതിന് കിട്ടുന്ന ആൻസർ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, 4ൻ്റെ അവിടെയും 1 ഉണ്ട്, 1ൻ്റെ അവിടെയും 1 ഉണ്ട്, സോ അത് 5 ആണ്. ഇവിടെ 2ൻ്റെ അവിടെയും 1 ഉണ്ട്, 1ൻ്റെ അവിടെയും 1 ഉണ്ട്, സോ 3 ആണ്, സോ 35 ആണ് ആ നമ്പർ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനിവ ചെയ്ത് കാണിച്ചു തരാം, ഇനി ചിലർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ. ഇനി 1001ൻ്റെ കേസ് നോക്കുമ്പോൾ എന്താണ്, 9 ആണ്, സിമ്പിളാണ്. പിന്നെ 100111 ആകുമ്പോൾ എങ്ങനെ വരും കണ്ടോ, അവർ 0 ഇട്ട് കൊടുത്ത് കാണിച്ചു തരാം. ആദ്യമുള്ള ഈ 4 നമ്മൾ പിടിച്ചു, അത് 0111 ഇട്ട് കൊടുത്തു. പിന്നെ 100 ഉണ്ടായിരുന്നു, ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്പർ എന്തായി 47 ആയി. ഇനി പോയിൻ്റ് കേസ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതൊക്കെ ഓക്കെയാണ്, 4നെ 4 നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിന് ശേഷമുള്ളതിൻ്റെ കേസ് വരുമ്പോൾ ഇപ്പുറത്താണ് 0 ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അത് മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ ആൻസർ ഇത് കിട്ടും. ഇത് ഞാനൊരു വീഡിയോ ഇട്ടുതരാം കേട്ടോ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി നമ്മൾ പറയുന്നത് ASCII കോഡാണ്. ASCII സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതിൻ്റെ പേര് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇത് 1 വേർഡിന് ചോദിക്കാനുള്ള ചാൻസ് 95% കേട്ടോ. ASCIIൻ്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. Computers can only understand numbers, so as an ASCII code is a numerical representation of characters such as a or at a or an action or some sort. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്പർ സിസ്റ്റം മാത്രമേ മനസ്സിലാവുള്ളൂ, പ്രത്യേകിച്ച് ബൈനറി നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ലെറ്റേഴ്സ്, നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പിന്നെ ഒരുപാട് ആക്ഷൻ ചെയ്യുന്ന ഡിലീറ്റ്, അങ്ങനത്തെ കുറേ ഫങ്ഷനിങ് ചെയ്യുന്ന കീസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കീബോർഡിനകത്ത്. അതിന് ഓരോന്നിനും നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്പേഴ്സ്, അതായത് അതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ASCII കോഡ്. ഓക്കെ, ASCII was developed a long time ago and now a non-printing characters are rarely used for their original purpose. The ASCII code associates an integer value for each symbol in the character set. ASCII code associate ചെയ്യുന്നത് ഓരോ സിമ്പിളിനും ക്യാരക്ടർ സെറ്റിനൊക്കെ എന്താണ് ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. such as letters, digits, punctuation marks, special characters, control characters, അങ്ങനെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ASCII. സം ഇംപ്ലിമെൻറ്റേഷൻ യൂസ് അതർ കോഡ്സ് ഫോർ റെപ്രസെൻറ്റിങ് ക്യാരക്ടേഴ്സ്. ചില ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ, ബട്ട് വി വിൽ യൂസ് ASCII സിൻസ് ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അതായത് നമ്മൾ പലയിടത്തും പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ടെങ്കിലും മോസ്റ്റ് വൈഡ്ലി ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്, ASCII ആണ്. ദ ASCII ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ കോഡ് വാല്യൂസ് ആർ ഷോൺ ടേബിൾ. ASCII വാല്യൂസും അതിൻ്റെ ഡെസിമൽ കോഡൊക്കെ നമ്മൾ ടേബിളിൽ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. ASCII നമ്പർ കണ്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ASCII. ഇത് അതിൻ്റെ ജസ്റ്റ് ഹെക്സ് പിന്നെ ഡെസിമൽ, അതായത് ഇത് ASCII നമ്പറാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഹെക്സാഡെസിമൽ. ഇതേപോലെ നമുക്ക് ഒക്ടലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതിനൊന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഓരോ നമ്പറിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ASCII എന്താണ് എന്നൊരു ഐഡിയ കിട്ടിയാൽ വളരെ നന്നായിരിക്കും. കാരണം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും
അതായത് ഏതെങ്കിലും ഒന്നൊക്കെ, അതായത് നമ്മൾ എപ്പോഴും ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ റീഡ് ചെയ്ത് എങ്ങനെയാണ് നമ്പർ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഏതാ വെച്ചാൽ ഈ നമ്പർ സിസ്റ്റം, അതായത് 0 ഏത് നമ്പറിലാണ്, ആസ്കി ആണ് 48 ആണ്. അതേപോലെ കണ്ടോ, ക്യാപിറ്റൽ എ 65 ആണ്. അതേപോലെ സ്മോൾ എ വരുമല്ലോ, സ്മോൾ എ 97. അപ്പോൾ സ്മോൾ എൻ്റെ ആസ്കി എത്രയെന്നൊക്കെ ചോദിക്കുന്ന കേസുകൾ അപൂർവമായിട്ടുണ്ടാവാറുണ്ട്. അതായത് പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ എക്സാമുകളൊക്കെ ഉണ്ടാവില്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതിനകത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ഉറപ്പൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എ എന്ന് പറഞ്ഞാൽ 97 ആണ്, ക്യാപിറ്റൽ എ 65 ആണ്, അതേപോലെ 0 എന്തായിരുന്നു 48 ആണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ, അതായത് സ്ഥിരം ചോദിക്കുന്ന ഇങ്ങനത്തെ ഏരിയകളാണ് ക്യാപിറ്റൽ എ, സ്മോൾ എ. അപ്പോൾ ക്യാപിറ്റൽ എ എവിടെയെന്ന് അറിഞ്ഞാൽ പിന്നെ ഇതിലകത്ത് കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടൂലേ, 65 66 നിങ്ങൾ ജസ്റ്റ് ഒരു സൈഡിൽ നമ്പർ ഇട്ട് കൊടുത്താൽ ആപ്സിലോക്ക്, അതായത് ആൽഫാബറ്റ്സ് ഏത് ചോദിച്ചാലും കിട്ടും. അതായത് എ എവിടെയെന്ന് അറിഞ്ഞാൽ ബാക്കി അറിയാം, അതേപോലെ സ്മോൾ എ അറിഞ്ഞാൽ ബാക്കി അറിയാം. അതായത് അത് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ 0 അറിഞ്ഞാൽ 9 വരെയുള്ള അറിയാം. അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വ്യക്തമാക്കി വെക്കുക. ഒരു മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബി സിഡിനെ കുറിച്ചും ആസ്കിനെ കുറിച്ചും പറയാനുള്ളത്. സിമ്പിളാണ്. ആസ്കി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിനകത്തുള്ള ലെറ്റേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പങ്ക്ച്വേഷന്, നമ്മുടെ കൺട്രോൾ, അതിനെയൊക്കെ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്ലോബലി വാലിഡ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആസ്കി. അപ്പോൾ ആസ്കിൻ്റെ ഫുൾ ഫോം എക്സാമിന് ചോദിക്കും, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്, ബി സി ഡി ആണ്, ബൈനറി കോഡ് ഡെസിമലാണ്. ഇത് ബൈനറി ഡിജിറ്റ്സിൻ്റെ, ബൈനറി നമ്പർ സിസ്റ്റമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണ്, 9 കഴിഞ്ഞാൽ പിന്നെ എന്താണ് 1011 ആണ്, സെപ്പറേറ്റ് ഡിജിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ഇട്ടുതരാം. ഇപ്പോൾ വീഡിയോ ഇട്ടുതരാനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അത് ഇടാനുള്ളൊരു പറയാം, കാരണം നിങ്ങളത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 2 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നത് വെച്ചാൽ അപ്ലോഡിങ് കഴിയുന്നില്ല, ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്രഷർ കയറ്റുകയാണ് എൻ്റെ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ നോട്ടിൽ എഴുതുന്ന വീഡിയോ അല്ലേ. ഇന്നലെ ഞാൻ 2 വീഡിയോ എടുത്ത അവസാനം മെമ്മറി ഫുള്ളായി മെസ്സേജ് വന്നിട്ട് അത് കട്ടാക്കി. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെയല്ല, അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ വെച്ച് എടുക്കുന്ന പോലെയല്ല ഇതിലെടുക്കുന്ന ഒരു പ്രശ്നമുള്ളത്. ഓൾറെഡി ഫോൺ ഓവർലോഡും ആണല്ലോ. എനിവേ ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഈ ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, ഒന്ന് ബി സി ഡി ടു ഡെസിമൽ ടു ബി സി ഡിയും, അതേപോലെ എന്താണ് ബി സി ഡി ടു ഡെസിമലും. ഓക്കെ, അത് രണ്ടും ഞാൻ ചെയ്തൊന്ന് കാണിച്ചു തരാം. എന്നാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുമല്ലോ. ദെൻ ഓക്കെ, താങ്ക് യു. ഞാൻ പറയാറുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചിലരൊക്കെ എനിക്ക് തോന്നുന്നു എന്തോ മടിയുള്ള പോലെ അവർ മെസ്സേജ് ആയിക്കോട്ടോ, പിന്നെ ഞാൻ അവർ ചെയ്തതെന്തോ തെറ്റാണ് എന്നുള്ള രീതിയിൽ അവർ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ കാണാം. ഞാൻ ചോദിക്കും എന്തിനാണ് ഡിലീറ്റ് ആക്കി, ഒന്നുമില്ല മിസ്സേ അങ്ങനെ തോന്നിയുകൊണ്ട് ഡിലീറ്റ് ആക്കിയാണെന്നൊക്കെ പറയും. പക്ഷേ വീണ്ടും പറയുകയാണ്, ഡൗട്ട് എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. പക്ഷേ ചിലരൊക്കെ ചോദിക്കുമ്പോൾ സങ്കടം വരും, കാരണം അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവർ ഡൗട്ട് ചോദിക്കുന്നത് നമുക്കറിയില്ല. അതായത് വീഡിയോ ശരിക്കും വാച്ച് ചെയ്യാത്തതുകൊണ്ടാണോ, അതോ നോട്ട്സ് കറക്റ്റ് റീഡ് ചെയ്യാത്തതുകൊണ്ടാണോ, അത് ശരിക്കും ഒന്ന് ചെയ്ത് നോക്കാത്തതുകൊണ്ടാണോ അറിയില്ല. നിങ്ങളപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് വീഡിയോ കാണുക, എന്നിട്ട് നോട്ട്സൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അങ്ങനെ പാത്ത് ഫോളോ ചെയ്താണ്. കാരണം ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് ഡിലീറ്റ് ആക്കി വെച്ചാൽ അത് ഞാൻ വീഡിയോ ഒന്നുകൂടെ കണ്ടപ്പോൾ മനസ്സിലായി മിസ് ചെയ്യാൻ. അത്രേ ഉള്ളൂ സംഭവം. വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ അങ്ങനത്തെ വീഡിയോസൊക്കെ 2 മിനിറ്റൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇരുന്ന് കാണാം, നട്ടപ്പാരിക്ക് ഉറങ്ങാൻ നേരത്തെ ഇരുന്ന് വരെ കാണാം. കാരണം അത്രയും ഡ്യൂറേഷൻ കുറവല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ ചെയ്ത് തന്നെ പഠിക്കുക, നല്ല പക്കയായിട്ട് പോകട്ടെ. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് നമ്പർ സിസ്റ്റംസ്, ഒരുപാട് കൺവേർഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ എന്ത് ചെയ്യുക, അതൊക്കെ കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. എക്സാമിന് ചോദിക്കുമ്പോൾ അയ്യോ ഇതിപ്പോൾ ഏത് മോഡലാണ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.